നമസ്കാരം. ധർമ്മപദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നില്ലേ? വീട്ടിലെപ്പോഴും അനാവശ്യമായ വഴക്കുകളും അസുഖങ്ങളും മാത്രമാണോ? നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ചില ചെറിയ ശീലങ്ങളാകാം ഇതിന് കാരണം. ഒരു വീട്ടിന്റെ ഐശ്വര്യം അവിടുത്തെ സ്ത്രീകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാലക്ഷ്മി പടിയിറങ്ങാൻ കാരണമാകുന്ന ആ 5 തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പുരാണങ്ങളും ജ്യോതിഷവും പറയുന്നതനുസരിച്ച് ഒരു വീടിന്റെ ഭാഗ്യനിർണയത്തിൽ അവിടുത്തെ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. ഒരു വിളക്ക് തെളിയിക്കുന്നതിലോ അടുക്കള കൈകാര്യം ചെയ്യുന്നതിലോ നാം കാണിക്കുന്ന അശ്രദ്ധ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം. ഇതിൽ മൂന്നാമതായി പറയുന്ന കാര്യം പല വീട്ടമ്മമാരും അറിയാതെ ചെയ്തു പോകുന്ന ഒന്നാണ്. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുക്കളയാണ്. രാത്രിയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ സിങ്കിൽ തന്നെ ഇട്ട് ഉറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അത് ഉടൻ മാറ്റണം. എച്ചിൽ പാത്രങ്ങളിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജം വീട്ടിലെ ദാരിദ്ര്യത്തിന് പ്രധാന കാരണമാണ്. അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കണം. രണ്ടാമതായി സന്ധ്യാസമയത്തെ പെരുമാറ്റം. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും മുടി ചീകുന്നതും വലിയ ദോഷമാണ്. ഈ സമയത്ത് വീടടിച്ചു വാരുന്നത് ഐശ്വര്യത്തെ തൂത്തു പുറത്തു കളയുന്നതിന് തുല്യമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. സന്ധ്യാസമയം പ്രാർത്ഥനയ്ക്കായി മാത്രം മാറ്റിവെക്കുക. മൂന്നാമത്തെ കാര്യം ഉമ്മറപ്പടിയിലിരിക്കുന്നത്. വീടിന്റെ പടിവാതിൽ എന്നത് ലക്ഷ്മിദേവി അകത്തേക്ക് വരുന്ന വഴിയാണ്. അവിടെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലിരിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ കുടുംബത്തിന് വലിയ ദോഷം ചെയ്യും. ഇത് വീടിന്റെ ഐശ്വര്യത്തെ തടസ്സപ്പെടുത്തുന്നു. നാലാമതായി പണം കൈകാര്യം ചെയ്യുന്ന രീതി. ലക്ഷ്മി സ്വരൂപമായ പണം അലക്ഷ്യമായി ഇടരുത്. കീറിയ പേഴ്സുകളോ മുഷിഞ്ഞ നോട്ടുകളോ സൂക്ഷിക്കുന്നത് ധനനഷ്ടമുണ്ടാക്കും. അഞ്ചാമതായി നമ്മുടെ സംസാരം. സന്ധ്യാസമയത്തും രാത്രിയിലും ഇല്ല, കഴിയില്ല, ദാരിദ്ര്യമാണ് തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക. മംഗളകരമായ വാക്കുകൾ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിനൊരു പരിഹാരം ചോദിച്ചാൽ, ആഴ്ചയിലൊരിക്കൽ ഉപ്പുവെള്ളം കൊണ്ട് വീട് തുടയ്ക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം നീക്കാൻ സഹായിക്കും. വൈകുന്നേരങ്ങളിൽ തുളസിത്തറയിൽ ഒരു വിളക്ക് കൊളുത്തുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. വിശ്വാസത്തോടെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു നോക്കൂ. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ധർമ്മപഥം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.